നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ വലിയ പഴിയാണ് റാഫിഞ്ഞയ്ക്കും അതുപോലെ വിനി ജൂനിയർക്കും ആരാധകരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബിൽ പുലികളാണ്, പക്ഷേ ബ്രസീലിൽ കളിക്കുമ്പോൾ ആ ഒരു മികവ് കാണിക്കുന്നില്ല. ഇന്നലത്തെ കളിയിലൊക്കെ, ഇന്നലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ നടന്ന കളിയിലൊക്കെ റാഫിഞ്ഞയുടെയൊക്കെ വളരെ നിഴൽ എന്ന് പറയാവുന്നൊരു പ്രകടനമാണ്. റാഫിഞ്ഞയെ മാറ്റി ലൂയിസ് എൻറിക്ക വന്നതോടുകൂടി ഫ്രാൻസിനെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബ്രസീലിട്ട് വലക്കുന്നു നമ്മൾ കണ്ടു. ബ്രസീലിട്ട് വലച്ചു എന്ന് പറയുന്നത് അപ്പുറം ലൂയിസ് എൻറിക്ക ഇട്ട് വലച്ചു. അപ്പോൾ ഫ്രാൻസ് 11 പേരുണ്ടായിരുന്നു, 10 പേരല്ലേ എന്നൊന്നും പറയണ്ട. അപ്പോൾ 11 പേരും ഉണ്ടായിരുന്നു. പക്ഷേ റാഫിഞ്ഞ അത്രയും നേരം അവിടെ കളിച്ചിട്ട് എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. വിനി കളിച്ചിട്ട് എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ കോച്ച് കാർലോ അഞ്ചലോട്ടി വ്യത്യസ്തമായ രൂപത്തിലാണ് അതിനെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് റാഫിഞ്ഞ വിനിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുള്ളത്. റാഫിഞ്ഞയ്ക്ക് ചില മസിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാം പകുതിയിൽ കളിപ്പിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ഇതുതന്നെയാണ് ചോദ്യം, ഡയറക്റ്റ് ചോദ്യമാണ്. വിനീഷ്യസ് ജൂനിയർ ആൻഡ് റാഫിഞ്ഞ ആർന്റ് ഏബിൾ ടു റിപ്പീറ്റ് ദ ക്ലബ് ഫോം ഹിയർ. ക്ലബിലുള്ള ഫോം ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വിനിയും റാഫിഞ്ഞയും പരാജയപ്പെടുന്നവർക്ക് കഴിയുന്നില്ല. എന്താണ് അവർക്ക് മിസ് ചെയ്യുന്നത്? എന്താണ് മിസ്സിങ് ആവുന്നത്? ക്ലബിലെ കളിയിൽ നിന്ന് ഇവിടെ എന്താണ് അവർക്ക് മിസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം കാർലോ അഞ്ചലോട്ടിയോട് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അഞ്ചലോട്ടിയുടെ മറുപടി, ഫോർ മീ നത്തിങ് ഈസ് മിസ്സിങ്. ക്ലബിലുള്ളതിനേക്കാൾ ഇവിടെ ഒന്നും മിസ് ചെയ്യുന്നില്ല. റാഫിഞ്ഞ വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് മസ്കുലർ പ്രോബ്ലം ഉണ്ടായിരുന്നു. റാഫിഞ്ഞയ്ക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മൂവ്മെൻറ്റ് വിത്ത് ആൻഡ് വിത്തൗട്ട് ദി ബോൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ റാഫിഞ്ഞ മോശം പ്രകടനമല്ല നടത്തിയത്. വിനിയുടെ കാര്യത്തിൽ വിനി ഓൾവേസ് ഡേഞ്ചറസ് ആയിരുന്നു. ഒരു തരത്തിലുള്ള വ്യത്യാസവും എനിക്ക് ക്ലബിലെ കളിയിലും ഇവിടുത്തെ കളിയിലും തോന്നിയില്ല. വിനി നന്നായിട്ട് തന്നെ കളിച്ചു. ഒരു സ്ട്രൈക്കർ എല്ലായ്പ്പോഴും ഗോൾ അടിച്ചു കൊള്ളണമെന്നില്ലല്ലോ. ഇവർ രണ്ടുപേരും, റാഫിഞ്ഞയും വിനിയും, നന്നായിട്ട് അവരെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുണ്ട്. ബോത്ത് ഓഫ് ദെയർ ജോബ് വെർ വെൽ ഡൺ എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. കോച്ച് അല്ലെങ്കിലും ഈ കളിയിൽ എല്ലാ താരങ്ങളെയും പുകഴ്ത്തുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ടീം വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. കുറേ താരങ്ങൾ പുതുതായിട്ട് വന്നവരാണ്, അവരൊരുമിച്ച് അധികം കളിച്ചിട്ടില്ല, എന്നിട്ട് അവർ നന്നായി കളിച്ചു. ലിയോ പെരീരയും ഭ്രമറും എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു എന്നാണ് കാർലോ അഞ്ചലോട്ടിയുടെ ഒരു വിലയിരുത്തൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.